From all two-digit number with either digit 1, 2 or 3, one number is chosen. അക്കങ്ങൾ രണ്ടും 1, 2, 3 ഇവയിൽ ഏതെങ്കിലുമായ രണ്ടക്ക സംഖ്യകളിൽ ഒരെണ്ണം എടുത്താൽ, അതായത് ഈ 1, 2, 3 എന്ന് പറയുന്ന സംഖ്യകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടക്ക സംഖ്യകളിൽ ഒരെണ്ണം എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ല എല്ലാ രണ്ടക്ക സംഖ്യ എടുക്കണ്ട, 1, 2, 3 ഈ 3 നമ്പറുകൾ അല്ലെങ്കിൽ 3 ഡിജിറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടക്ക സംഖ്യകൾ. ഇനി വാട്ട് ഈസ് ദ probability of both digit being the same? രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണ്? അക്കങ്ങളുടെ തുക 4 ആകാനുള്ള സാധ്യത. അപ്പൊ ആദ്യം നമുക്ക് ഈ 1, 2, 3 എന്ന് പറയുന്ന അക്കങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടക്ക സംഖ്യകൾ നമുക്ക് നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ഒന്നാമത്തെ ഇതിലുള്ള 1 വെച്ചിട്ട് താഴെ എത്ര പേർ ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും. 1, 1, 1, 2, 1, 3 അല്ലെ? പിന്നെ 2 വെച്ചിട്ട് അതേപോലെ 2, 1, 2, 2, 2, 3 3 വെച്ചിട്ട് 3, 1, 3, 2, 3, 3. ഇതാണ് നമ്മളുടെ കയ്യിലുള്ള പേരുകൾ. ഇനി നമുക്ക് വേണ്ടത് ബോത്ത് ഡിജിറ്റ് ബീയിങ് സെയിം, രണ്ടക്കങ്ങളും തുല്യമാവാനുള്ള സാധ്യത. രണ്ടക്കങ്ങളും തുല്യമായിട്ട് വരുന്ന ഏതൊക്കെയാ? ഒന്ന് 11, ഒന്ന് 22, ഒന്ന് 33. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ 3/9. അതിനെ ചെറുതാക്കുമ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടും. ഇനി അക്കങ്ങളുടെ തുക 4 ആവാനുള്ള സാധ്യത. അപ്പൊ ഇതൊക്കെ ഒന്ന് കൂട്ടി വെക്കാം. 1, 1, 2 ആണ്, അപ്പൊ ഇതില്ല. 2, 1, 3 അത് വരില്ല. 3, 1, 4 അത് വരും. 2, 1, 3 ആണ്. 2, 2, 4 അപ്പൊ അതും വരും. 3, 2, 5 3, 3, 4 അപ്പൊ ഇത് വരും. അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഓക്കെ, 3, 2, 5 3, 3, 6. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 13, 22, 31. ഈ 3 സംഖ്യകൾ കൂട്ടുമ്പോ, സംഖ്യകളുടെ ഡിജിറ്റുകൾ അക്കങ്ങൾ കൂട്ടുമ്പോ 13 1 + 3 4, 22 2 + 2 4, 31 3 + 1 4. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ സാധ്യത എന്ത് വരും? 3/9. ഓക്കെ, അതിനെ ചെറുതാക്കുമ്പോ 1/3